ഗിരീഷ് ഏടി എന്ന സംവിധായകന്റെ ആദ്യ ചിത്രം തണ്ണീർമത്തൻ ദിനങ്ങളുടെ പശ്ചാത്തലം സ്കൂളായിരുന്നു. ഒരു സ്കൂൾ കാല പ്രണയ ചിത്രം. രണ്ടാം ചിത്രം സൂപ്പർ ശരണിയിൽ അത് കോളേജ് കാലവും പ്രണയവുമായി. പ്രേമലവും ടീനേജ് റോങ്കോമായിരുന്നു. ബെത്ലഹേം കുടുംബ യൂണിറ്റിലും ഗിരീഷ് പ്രണയം വിടുന്നില്ല, നർമ്മവും. നിവിൻ പോളിയെയും അമിതാ ബൈജുവിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഒരുക്കിയ ഈ ചിത്രം പ്രായവ്യത്യാസമുള്ള രണ്ട് അയൽക്കാർ തമ്മിലുള്ള പ്രേമത്തിന്റെ കഥയാണ് പറയുന്നത്. അതിനൊപ്പം ഒരുപിടി നല്ല നർമ്മ മുഹൂർത്തങ്ങൾ കൂടിയാകുമ്പോൾ ബെത്ലഹേം പ്രേക്ഷകർക്ക് ഒരു നല്ല സിമ്പിൾ പടം കണ്ട അനുഭവമാകുന്നു. പൊടിപാറുന്ന ആക്ഷൻ ഇല്ല, ചെവി തുളയ്ക്കുന്ന ബീജിയമില്ല, സർവം ഫീൽ ഗുഡ് മയം. ഈ കഥ പലർക്കും റിലേറ്റ് ചെയ്യാനാണ്. സിനിമയെ ആസ്വാദികരമാക്കുന്നതും അതാണ്. അതുപോലെ കോമഡിക്കായി കോമഡി ഉണ്ടാക്കാതെ അതിനെ അതിൻ്റെ വഴിക്ക് വിടുകയാണ് സംവിധായകൻ. ചിരിയും പ്രേമവും ക്ലാഷ് ആകുന്നില്ല, എന്നാൽ വേണ്ടിയെടുത്ത് രണ്ടും ചേർന്ന് വരുന്നുമുണ്ട്. പിന്നെ ഈ പ്രേമപ്പടം എടുക്കുക എന്ന് പറയുന്നത് വലിയ റിസ്ക് ഉള്ള പണിയാണ്. പ്രത്യേകിച്ച് ക്രിഞ്ച് എന്ന വാക്ക് എല്ലാ റൊമാൻറ്റിക് പടങ്ങളുടെയും മുകളിൽ വാള് പോലിങ്ങനെ തൂങ്ങിയാടുന്ന കാലത്ത് ആ റിസ്ക്കാണ് കോമഡി കൊണ്ട് ഗിരീഷ് മറികടക്കുന്നത്. പോപ്പ് കൾച്ചർ റെഫറൻസുകൾക്കൊപ്പം നൊസ്റ്റാൾജിയും കൂടി ചേർത്താണ് ഗിരീഷിൻ്റെ എഴുത്ത്. അതുകൊണ്ട് തന്നെ ജനറേഷൻ ഗ്യാപ്പ് എന്ന വെല്ലുവിളിയുമില്ല. പ്രേമലുവിൽ നമ്മൾ കണ്ടത് അതാണ്. അത് ആവർത്തിക്കുകയാണ് ഗിരീഷ് ഏടി. നിവിൻ പോളി എന്ന നടന് ഈ ജോണറിന് മേലുള്ള ഗ്രിപ്പും എടുത്തു പറയണം. വരുന്ന ഓരോ ഫ്രെയിമിലും നിവിൻ്റെ നോട്ടവും ചിരിയും പതർച്ചയും കരച്ചിലും പ്രേക്ഷകരുടെ കണ്ണിലുടക്കും. കൂടെ മമിത കൂടി എത്തുമ്പോൾ സിനിമ സ്പോട്ടിഫൈ കാലത്തെ കാസറ്റ് പാട്ട് പോലെയാകുന്നു. ഒരു നൊസ്റ്റാൾജിയ. ഇതിലെ നായികയുടെ പ്രണയം നാട്ടിലെ ഫേമസ് സിംഗിൾ ഏട്ടായിയോടുള്ള ഫാസിനേഷനായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുള്ള ഒന്നാണ്. പക്ഷേ പക്വമായ അഭിനയം കൊണ്ട് മമിത തൻ്റെ കഥാപാത്രത്തിന് ഒരു ലെയർ കൂടി ചേർക്കുന്നു. നിവിനും മമിതയും വരുന്ന രംഗങ്ങളിലെല്ലാം മമിത ഒരു പടി മുകളിൽ നിന്നു എന്ന് പറഞ്ഞാലും തെറ്റില്ല. കൃത്യമായി റിയാക്ട് ചെയ്യുക എന്നത് മാത്രമാണ് നിവിൻ ഇവിടെ ചെയ്യാനുള്ളത്. നാണിച്ചുള്ള ചിരി കൊണ്ടും ഒളിച്ചുള്ള നോട്ടം കൊണ്ടും കലങ്ങിയ കണ്ണുകൊണ്ടും തൻ്റേതായ സ്റ്റൈലിൽ നിവിനത് ഭംഗിയായി ചെയ്യുന്നുമുണ്ട്. ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ കാസ്റ്റിംഗും എടുത്തു പറയേണ്ട കാര്യമാണ്. നിവിനും അമിതയ്ക്കും പുറമെ സണ്ണി പ്രതാപ്, ശ്യാം മോഹൻ, സുരേഷ് കൃഷ്ണ, റോഷൻ ഷാനവാസ് എന്നിവരുടെ ചില ഡയലോഗുകളിലും ഇവരെ ഉപയോഗിച്ചു കൊണ്ടുവരുന്ന റഫറൻസുകളിലും സിനിമ കണ്ടിറങ്ങിയാലും ഓർത്തു ചിരിക്കാനുള്ള വകയുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സിനോട് അടുത്തുള്ള ശ്യാം മോഹന്റെ പ്രകടനം. റഫറൻസുകൾ സൂക്ഷ്മമായി സിനിമയിൽ അവതരിപ്പിക്കുന്നതിലുള്ള മിടുക്ക് ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ് സംവിധായകൻ. പിന്നെ ഈ തലമുറ കേട്ടിരിക്കാൻ ഇടയില്ലാത്ത, കേട്ടവർ തന്നെ മറന്നിരിക്കാൻ സാധ്യതയുള്ള ചില പാട്ടുകൾ ഉപയോഗിക്കുന്ന വിധം അതൊന്നും ഗിമ്മിക്കല്ല, സിനിമയെ റിലേറ്റബിൾ ആക്കുന്ന ഘടകങ്ങളാണ്. നമ്മളിങ്ങനെ ഇൻസ്റ്റഗ്രാം റീലുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ചില ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ട് സ്റ്റക്കായി നിന്ന് പോകാറില്ലേ? ഇത് ഏത് സിനിമയിലെ പാട്ടാണെന്ന് ആലോചിച്ച് നോക്കാറില്ല. അത് ചിലപ്പോഴൊക്കെ ഗിരീഷ് ഏടി പടങ്ങളിലും സംഭവിക്കാറുണ്ട്. ഈ ചിത്രത്തിൽ യവന കഥയിൽ നിന്ന് വന്ന ഇടയ കന്യക എന്ന പാട്ട് വരുമ്പോഴും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഇനി ആ പാട്ടിനൊപ്പം നിവിൻ്റെയും മമിതയുടെയും പാളി നോട്ടങ്ങളാകും നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചെറിയ പ്രണയ ചിത്രവും.